എടാ, ഇത് അള്ളാന്റെ ദുനിയാവാണ്. ഇവിടെ പ്രയാസങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. പടച്ചോൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാം തികഞ്ഞതായിട്ടുള്ള ഒരു റൂഹിനെയും ദുനിയാവിലേക്ക് ഞാൻ പടച്ചിട്ടിട്ടില്ല. അതുകൊണ്ട് പ്രയാസങ്ങൾ വരുമ്പോഴത്തേക്ക് എന്നെ പടച്ചോൻ എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നിരുത്സാഹപ്പെട്ടിരിക്കൊന്നും വേണ്ട. പടച്ചോൻ നിന്നെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിന്നെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിന്നെ വിഷമിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ കാണുന്ന പടപ്പുകൾക്ക് മുമ്പിലൊക്കെ നിന്നെ താഴോട്ടിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പടച്ചോൻ എന്തോ ഒരു ഹൈറായത് നിനക്ക് കണ്ടുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രയാസപ്പെടുമ്പോഴത്തേക്ക് എന്നെ ജീവിതം ഇല്ലാതാക്കുന്ന ആൾക്കാരോട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ. പടച്ചോന് വീണ്ടും 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 ഇങ്ങനെ പരിശോധിക്കുന്നതിനറിയോ, എന്തോ ഒരു ഹൈറായത് നിനക്ക് കണ്ടുവച്ചിട്ടുണ്ട്. അള്ളാന്റെ നബിമാർക്ക് വരെ പടച്ചോൻ പരീക്ഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വിഷമിക്കണ്ട. വിഷമം കാണാൻ കഴിവുള്ളവരാണ് പടച്ചോനെ. എന്ന് പറഞ്ഞതുപോലെ വലിയൊരു കയറ്റാണെന്നുണ്ടെങ്കിൽ അതിനൊരു ഇറക്കുണ്ടാവും. വലിയൊരു ഇറക്കാണെന്നുണ്ടെങ്കിൽ അതിനൊരു വലിയൊരു കയറ്റം ഉണ്ടാവും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ് പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് ആ കടലിന്റെ മുമ്പിൽ പോയി ഇങ്ങനെ നിൽക്കാണ്. ഫിറഔൻ സംഘം ബാക്കിൽ ഇങ്ങനെ കുതിച്ചു പാഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മൂസാ നബിയെ വധിക്കാൻ വേണ്ടിട്ട്. അങ്ങനെ മൂസാ നബി പ്രയാസപ്പെട്ട് പടച്ചോനോട് ചോദിക്കാണ്, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് പടച്ചോനെ, എന്നൊന്ന് രക്ഷിക്കണം എന്ന് പറയുന്ന സമയത്ത് പറയുന്നുണ്ട്, യാ മൂസ, നിന്റെ കയ്യിലുള്ള വടിയെടുത്ത് നീ ആ കടലിൽ അടിക്കുന്നുള്ളത്. പടച്ചോൻ എന്താ കടൽ ഓട്ടോമാറ്റിക് വളർത്തി കൊടുക്കാനുള്ള കഴിവുള്ളവനാണ്. പക്ഷെ എന്നിട്ടും നിന്റെ ദാസനായിട്ടുള്ള ഒരാള് പടച്ചോനോട് ചോദിക്കുന്ന സമയത്ത് പടച്ചോൻ പറയുന്നുണ്ട്, നീ അങ്ങനെ ചെയ്യ്. കടല് പിളർത്തി കൊടുത്തിട്ട് മൂസാ നബി അതിലും കൂടെ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് പടച്ചോൻ എന്തെങ്കിലും ഒന്ന് കാണിച്ചു തരും. അതിനു വേണ്ടിട്ട് വെയിറ്റ് ആക്കി. പ്രയാസങ്ങൾ ഉണ്ടാവും, ദുനിയാവല്ലേ. എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ചിരിക്കുന്ന ഒരു മുഖം പടച്ചോൻ നിനക്ക് തരും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും. കുടുംബക്കാരും ഫാമിലിയും എല്ലാരും നിന്നെ കുറ്റപ്പെടുത്തിക്കോട്ടെ, എല്ലാരും അംഗീകരിക്കുന്ന ഒരു സമയം പടച്ചോൻ നിന്റെ മുമ്പിൽ കൊണ്ടുതരും. വെയിറ്റ് ചെയ്യും.